ഹായ്, ദിസ് ഇസ് സുരേഷ്യ റായ്. ഞാൻ എൻ്റെ ഫസ്റ്റ് IFFK ആണിത്. അപ്പോൾ ഞാൻ ഒരുപാട് എക്സൈറ്റഡ് ആണ്. ഇതിനു മുമ്പ് ഒരുപാട് കഥകളും ഒരുപാട് എക്സ്പീരിയൻസസും ഒക്കെ കേട്ടിട്ടാണ് ഞാൻ IFFKക്ക് വരുന്നത്. വരാൻ ഒരുപാട് റീസൺസ് ഉണ്ട്. ഞാനൊരു ഇങ്ങനെ ഒരു സോഷ്യൽ പ്ലാറ്റ്ഫോമിൽ അല്ലെങ്കിൽ ഇത്രയും ക്രൗഡഡ് ആയിട്ടുള്ളൊരു ഏരിയയിൽ കംഫർട്ടായിട്ടുള്ള ആളല്ല. പക്ഷേ എനിക്ക് ഫിലിമിന് ഒരുപാട് ഡെപ്തിൽ അറിയാനും ഒരു ആളുകളുടെ ഒരു പൊതു സ്വഭാവം, അവരുടെ ചിന്താഗതി, നമ്മൾ സോ കോൾഡ് ബുദ്ധിജീവികളെന്ന് വിളിക്കുന്ന ആളുകളൊക്കെ എങ്ങനെയാണ് അവർ സിനിമയെ പെർസീവ് ചെയ്യുന്നതെന്നും അവരുടെ ഇമോഷണൽ ആൻഡ് ലോജിക്കൽ ആസ്പെക്ട്സ് അബൌട്ട് മൂവി ഇതൊക്കെ അറിയാൻ വേണ്ടിയിട്ടായിരുന്നു ഞാൻ ഭയങ്കര എക്സൈറ്റഡ് ആയിട്ട് വന്നതായിരുന്നു. അപ്പോൾ എനിക്ക് എൻ്റെ കൂടെയുള്ളവരൊക്കെ ഒരുപാട് എക്സ്പീരിയൻസ്ഡ് ആയിട്ട് ഒരുപാട് കാലങ്ങളായിട്ട് ഇതിൽ നിന്ന് വന്ന് പോകുന്ന ആളുകളാണ്. അപ്പോൾ അവരൊക്കെ വളരെ സീരിയസ് ആയിട്ട് ഫിലിമിനെ കാണുന്നതും അതിൽ വർക്ക് ചെയ്യാൻ ആഗ്രഹിക്കുന്ന ആളുകളും കൂടി ആയതുകൊണ്ട് എനിക്കെപ്പോഴും ആ ഒരു രീതിയിലുള്ള ഒരു ക്രിട്ടിക്കൽ കമൻസാണ് എനിക്കതിനെ പറ്റി കിട്ടിയിട്ടുള്ളതൊക്കെ. അപ്പോൾ പ്രീവിയസ്ലി ഒക്കെ കുറച്ചും കൂടി സോഷ്യലി ആക്റ്റീവായിരുന്നു എന്നും കുറച്ചുകൂടെ കൾച്ചറൽ പ്രോഗ്രാംസ് ഉണ്ടായിരുന്നു എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ ഞാൻ അതൊക്കെ കുറച്ചധികം എക്സ്പെക്റ്റ് ചെയ്തു. പിന്നെ കുറേ ലൈക്ക് ഐ മോർ ഇൻ ടു ഫാഷൻ. അപ്പോൾ ഞാൻ കുറേ ഇങ്ങനെ ഫാഷനിൽ കുറേ വൈബ്രൻസി അല്ലെങ്കിൽ കുറേ അങ്ങനത്തെ ഡിഫറെൻ്റ് ആയിട്ടുള്ള ലൈക്ക് ഫാഷൻ സെൻസുള്ള ആളുകളെ അങ്ങനെയൊക്കെ ഞാൻ എക്സ്പെക്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇവിടെ വന്നപ്പോൾ എനിക്ക് എൻ്റെ ഫസ്റ്റ് അനുഭവമാണ്. ഞാൻ പക്ഷെ നേരിട്ട് കാണുന്നതും അനുഭവിക്കുന്നതും ഒക്കെ ആദ്യമായിട്ടാണ്. അപ്പോൾ എൻ്റെ എക്സ്പീരിയൻസ് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ ഇതിൽ നിന്നൊക്കെ വളരെ വ്യത്യസ്തം എന്ന് പറയാൻ പറ്റില്ല, പക്ഷേ വലിയ രീതിയിലൊരു വ്യത്യാസം എനിക്ക് പ്രീവിയസ് ഇയേഴ്സിൽ ഇവരുടെ പറഞ്ഞ അനുഭവത്തിൽ നിന്ന് മാറ്റമുണ്ടതായിട്ട് എനിക്ക് ഫീൽ ചെയ്തു. ഏറ്റവും വലിയ മാറ്റം എന്ന് പറയുന്നത് ഇത് കുറച്ചും കൂടി, അതായത് ഇതിൻ്റെ ഒരു ഭാരവാഹികളായിട്ടൊക്കെ നമ്മൾ സംസാരിച്ചതെന്നൊക്കെ എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത് കുറച്ചും കൂടി അക്കാഡമിക്കലി, അതായത് ഫിലിമിനെ കുറച്ചും കൂടി സീരിയസ് ആയിട്ട് അല്ലെങ്കിൽ കുറച്ചും കൂടി പഠിക്കാൻ വേണ്ടിയിട്ട് ഒരു അക്കാഡമി ലെവലിലാണ് ഇതിനെ സെറ്റ് ചെയ്തിരിക്കുന്നതെന്നാണ് അവർ പറഞ്ഞത്. ആ രീതിയിലുള്ള ഫിലിംസാണ് അവർ സെലക്ട് ചെയ്തതെന്നും ലൈക്ക് ഫിലിംസൊക്കെ നല്ല ക്വാളിറ്റി ഫിലിംസൊക്കെ ഉണ്ടായിരുന്നു ഡെഫിനറ്റ്ലി. ഞാൻ ഏകദേശം ഒരു 10ഓളം ഫിലിംസ് കണ്ടു. അതിൽ എനിക്ക് കുറച്ച് ഫിലിംസ് പൊതു അഭിപ്രായത്തിൽ നിന്ന് നമ്മൾക്ക് ചില ഫിലിംസ് കാണണമെന്ന് ഭയങ്കര ആഗ്രഹം ഉണ്ടാവും. അതായത് ഇത് വളരെ വേറിട്ട് നിൽക്കുന്ന സിനിമയാണ്, അല്ലെങ്കിൽ ഇത് കാണുന്നത് ഇറ്റ്സ് വർത്ത് വാച്ചിങ് എന്നൊക്കെ പറയുന്ന ഒരുപാട് മൂവീസ് കാണണമെന്ന് അത്രയും ആഗ്രഹിച്ചു പെട്ടെന്ന് തന്നെ റിസർവ് ചെയ്ത് ആ ഒരു എക്സൈറ്റ്മെൻറ്റിലൊക്കെ രാവിലെ എഴുന്നേറ്റ് അതിന് വേണ്ടിയിട്ട് ടൈം കണ്ടെത്തി. പിന്നെ അങ്ങനെ ഒരു ഭയങ്കര ഇതൊരു ന്യൂ എക്സ്പീരിയൻസ് ആണ് കേട്ടോ. അതായത് റിസർവ് ചെയ്യുന്നത് പോലൊരു പുതിയ എക്സ്പീരിയൻസ് ആണ്. അതായത് നമ്മളൊരു 8 മണിയാകുമ്പോഴത്തേക്കും റിസർവേഷൻ തുടങ്ങും. 8 മണിയായി കുറച്ച് സമയം കഴിയുമ്പോഴത്തേക്കും റിസർവേഷൻ ഫുള്ള് കഴിയും. അപ്പോൾ നമുക്ക് ഭയങ്കര എക്സൈറ്റഡ് ആയിട്ട് ആകാംക്ഷയിൽ നമ്മളിങ്ങനെ നോക്കിയിരിക്കണം. അതായത് നമ്മൾ വളരെ വിജിലൻ്റ് ആയിട്ട് ഇങ്ങനെ ഇരുന്നാൽ മാത്രമേ നമുക്ക് നമ്മൾ വിചാരിച്ച ഫിലിംസൊക്കെ കിട്ടുള്ളൂ. പക്ഷെ എനിക്ക് വിചാരിച്ച ഫിലിംസൊന്നും കിട്ടാതിരുന്നില്ല. എങ്കിൽ കൂടി ഒരു റഷ് ഈ വർഷം അധികമായിട്ട് ഫീൽ ചെയ്തു. അതായത് ആളുകൾ കൂടുതലും ഫിലിം കാണാൻ വേണ്ടിയിട്ട് മോർ ദാൻ കൾച്ചറലി അല്ലെങ്കിൽ ആളുകളെ കൂടുതൽ എക്സ്പ്ലോർ ചെയ്യാൻ സോഷ്യലി എക്സ്പ്ലോർ ചെയ്യാൻ വരുന്നതിനേക്കാളും കൂടുതൽ ആളുകൾ ഫിലിമിനെ അപ്രോച്ച് ചെയ്യാൻ, ഫിലിമിനെ കുറച്ചും കൂടെ അക്കാഡമിക്കലി അപ്രോച്ച് ചെയ്യാൻ, ഫിലിം മിസ്സാവാതെ കാണാനും ഒക്കെ ആളുകൾ കൂടുതൽ ശ്രമിക്കുന്നതായിട്ട് എനിക്ക് തോന്നി. ഇതിൽ നിന്ന് എനിക്ക് തോന്നി. അതായത് പ്രീവിയസ് ഇയേഴ്സൊന്നും ഇത്ര റഷ് ഉണ്ടായിട്ടില്ല എന്നാണ് പൊതുവേ പറയുന്നത്. പിന്നെ എനിക്ക് യൂഷ്വലി നമ്മൾ സിനിമ കാണാൻ വേണ്ടിയിട്ട് IFFKക്ക് വരുന്നത് എന്ന് പറയുന്നതിലൊരു പ്രത്യേകിച്ചൊന്നുമില്ല. അതായത് നമ്മൾക്കൊരു ഫിലിം കാണണമെങ്കിൽ നമുക്ക് ഇഷ്ടംപോലെ OTT പ്ലാറ്റ്ഫോംസ് ഉണ്ട്. അപ്പോൾ ഫിലിം കാണുക എന്നുള്ളതിനേക്കാളും കൂടുതൽ ആളുകളുടെ ഫിലിമിനെ പറ്റി, സിനിമ എന്ന് പറഞ്ഞ ആർട്ടിനെ പറ്റി ആളുകൾക്ക് പൊതുവേ ഉള്ളൊരു ബോധം, ആളുകളുടെ ഒരു എന്താ പറയുക ലൈക്ക് കോമൺ ഇൻട്രസ്റ്റ്, അതിൽ ഓടായി നിൽക്കുന്ന ആളുകൾ, അതായത് വ്യത്യസ്ത ചിന്താഗതികളുള്ള ആളുകൾ, പിന്നെ അങ്ങനെ പല ആളുകളെയും നമ്മൾക്ക് ഫിലിമിൻ്റെ പല തലത്തിൽ നിന്നും നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി പറ്റും എന്നുള്ളതാണ് ഇതിൻ്റെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യം. പിന്നെ ഓഫ് കോഴ്സ് കണക്ഷൻസ്, സോഷ്യൽ കണക്ഷൻസ്, നമുക്ക് ഇതിൽ ഈ ഫീൽഡിൽ നിൽക്കുന്ന ആളുകളുമായിട്ടുള്ള കണക്ഷൻസ്, പിന്നെ നമ്മുടെ കൾച്ചറലി നമ്മൾക്ക് പല സ്ഥലത്തു നിന്ന് വന്നവരാണ്. നമ്മൾ എന്തൊക്കെ പറഞ്ഞാലും നമ്മുടെ കേരളത്തിൽ 6 നാട്ടിൽ 100 ഭാഷ എന്ന് പറഞ്ഞ പോലെയാണ് നമ്മുടെ കേരളത്തിൻ്റെ അവസ്ഥ. അപ്പം തിരുവനന്തപുരം മുതൽ കാസർഗോഡ് വരെയുള്ള ആളുകളിൽ ഒരുപാട് കൾച്ചറലി തന്നെ വ്യത്യാസമുണ്ട്. എന്ന് വെച്ചാൽ ബേസിക്കലി നമ്മളൊക്കെ മലയാളികളാണെങ്കിൽ പോലും പിന്നെ വേറെ സ്റ്റേറ്റിൽ നിന്ന് വന്ന ഇൻ്റർനാഷണൽ ഫിലിം ഫെസ്റ്റിവലാണ് ഓഫ് കോഴ്സ്. അപ്പോൾ വിദേശികളുണ്ട്, വേറെ നാട്ടിൽ നിന്ന് വന്നിട്ടുള്ള ലൈക്ക് ഓഫ് കോഴ്സ് തമിഴ്നാട്, കർണാടക, മറാഠി സംസാരിക്കുന്ന ആളുകൾ, അങ്ങനെ ഒരുപാട് പേര് എൻഗേജ്ഡ് ആണ് ഇതിൽ. അപ്പോൾ എനിക്ക് എന്നെ പരിചയപ്പെട്ടതിൽ ഞാൻ അങ്ങനെ പല ആളുകളെയും പരിചയപ്പെട്ടു. അപ്പോൾ നമുക്ക് ഏറ്റവും ഫീൽ ചെയ്തത് ആ ഒരു കൾച്ചറലി ഉള്ള മിംഗ്ലിങ് ആൻഡ് കൾച്ചറലി നമുക്ക് കുറച്ചുകൂടെ എക്സ്പ്ലോർ ചെയ്യുക, കൾച്ചറൽ പ്രോഗ്രാംസ് ഷെയർ ചെയ്യുക. അപ്പോൾ അവരുടെ വൈബ് മനസ്സിലാക്കുക, അവരുടെ ഫിലിമിനെ പറ്റിയുള്ള ബേസിക് നോളേജ് ആൻഡ് ബേസിക് ആസ്പെക്ട്സ് എല്ലാം മനസ്സിലാക്കുക, അവരുടെ താല്പര്യങ്ങൾ മനസ്സിലാക്കുക. പിന്നെ ഈ സോഷ്യലി ഫിലിം എങ്ങനെ ഇൻവോൾവ് ചെയ്തു വരുന്നു, അതായത് കുറച്ച് ഒരു 10 years ബാക്ക് ഉള്ള ഫിലിം ഇൻട്രസ്റ്റ് ആൻഡ് ആ ഒരു
ജോണർ ആയിരിക്കില്ല ഇപ്പോൾ ആളുകൾക്ക് കൂടുതലും താല്പര്യം. ഇപ്പോൾ ഫിലിമിൽ ഒരുപാട് ആളുകൾക്ക് വ്യത്യാസം വന്നിട്ടുണ്ടാവും. അതിൻ്റെ സോഷ്യലി ആളുകൾക്ക് എന്താ പറയുക, നമ്മളുടെ സോഷ്യൽ റെലവൻസിൽ വ്യത്യാസമുണ്ട്. അപ്പോൾ അതൊക്കെ എന്താണെന്നൊന്ന് പഠിക്കാനും ശരിക്കും പറഞ്ഞാൽ അതൊക്കെ വലിയൊരു ഇവിടെ മാത്രം കിട്ടുന്നൊരു അതിനെ പറ്റിയൊരു പ്ലാറ്റ്ഫോം ഇതാണെന്ന് എനിക്ക് എപ്പോഴും ഫീൽ ചെയ്യുന്നുണ്ട്. അതുകൊണ്ടാണ് ഞാൻ ഇത്രയും എക്സൈറ്റഡ് ആയിട്ടൂടെ വരാനുള്ള റീസൺ.